അസ്സലാമു അലൈക്കും. നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനം ആഗ്രഹിക്കുന്ന ഇടമാണ് അല്ലേ? എന്നാൽ ചില വീടുകളിൽ കയറുമ്പോൾ ഒരു ഭാരം, ഒരു നെഗറ്റിവിറ്റിയോ അനുഭവപ്പെടാറില്ലേ? ദമ്പതികൾ തമ്മിൽ ചെറിയ കാര്യത്തിന് വഴക്ക്, മക്കൾക്ക് പഠിക്കാൻ മടി, എപ്പോഴും അസുഖങ്ങൾ, ഇതിനൊക്കെ എങ്ങനെ മാറ്റാം? ഇസ്ലാമികപരമായ രീതിയിൽ വീട്ടിലെ നെഗറ്റിവിറ്റി എനർജി മാറ്റി എങ്ങനെ ബർക്കത്ത് കൊണ്ടുവരാം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. ഒന്നാമത്തത്, സലാം പറയുന്നതിന്റെ പ്രാധാന്യം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലേക്കുള്ള പ്രവേശനമാണ്. നമ്മളിൽ പലരും ജോലി കഴിഞ്ഞോ പുറത്തു പോയോ വരുമ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും അല്ലെ? വീട്ടിൽ കയറുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. നമ്മൾ ബിസ്മി ചൊല്ലാതെയും സലാം പറയാതെയും വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മളുടെ കൂടെ നെഗറ്റീവ് ചിന്തകളും പിശാചും കൂടെ പ്രവേശിക്കുന്നു. ഇനി മുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി. എത്ര തളർന്നു വന്നാലും പുഞ്ചിരിയോടെ ഒരു സലാം പറഞ്ഞ് വലത് കാല് വെച്ച് അകത്തേക്ക് കയറാം. ആ വന്ന ദേഷ്യം പമ്പ കടക്കും താനെ. ആരില്ലെങ്കിലും അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പ്രവേശിക്കാൻ. ഇനി രണ്ടാമത്തെ കാര്യം, സൂറത്തുൽ ബഖറ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖബർസ്ഥാനാക്കരുത്, വീടുകളെ ഖബർസ്ഥാനാക്കരുത്. തീർച്ചയായും സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുന്നതാണ്. സഹീഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഫോണിൽ വെച്ചാൽ മതിയോ എന്ന്. തീർച്ചയായിട്ടും കേൾക്കുന്നത് നല്ലതാണ്, എങ്കിലും വീട്ടിലുള്ളവർ തന്നെ ഓതുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതിലെ അവസാനത്തെ 2 ആയത്തിലുണ്ടല്ലോ, ആമന റസൂല്, അതിന് വലിയ പവർ ഉണ്ട്. ഇത് ഓതുന്ന വീട്ടിൽ ആ രാത്രി സംരക്ഷണം ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ കാണാം. ഇനി മൂന്നാമത്തെ കാര്യം, ശുചിത്വവും സമാധാനവും. മൂന്നാമതായിട്ട് വീടിന്റെ ശുചിത്വം. ഉദാഹരണം, പല വീടുകളിലും നമ്മൾ കാണാറുണ്ട് അല്ലേ, പഴയ പാത്രങ്ങള്, പൊട്ടിയ പാത്രങ്ങള്, ഉപയോഗിക്കാത്ത പഴയ ചെരുപ്പുകളൊക്കെ വീടിന്റെ ഒരു മൂലയിൽ കുന്നുകൂടി കിടക്കുന്നത്. ഇത് വെറും പൊടിയല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് നമ്മുടെ മനസ്സിൽ ഒരുതരം അസ്വസ്ഥതയാണ്. ഒരു ഉദാഹരണത്തിന്, വൃത്തിയുള്ള ഒരു പള്ളിയിലോ അല്ലെങ്കിൽ നല്ലൊരു ഗാർഡനിലോ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനമില്ലേ, അത് അവിടെയുള്ള പോസിറ്റീവ് എനർജി കൊണ്ടാണ്. നമ്മുടെ വീടിന്റെ മൂലയിലുള്ള ആ മാറാലൊന്ന് കളയുമ്പോൾ തന്നെ വീട്ടിലൊരു തെളിച്ചം വരുന്നത് നിങ്ങൾ കാണാം അല്ലേ? കൂടാതെ ജീവനുള്ളവരുടെ ഫോട്ടോകളും വിഗ്രഹങ്ങളും മലക്കുകൾ വരെ അകറ്റും. മലക്കുകൾ ഇല്ലാത്ത വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല മക്കളെ. നാലാമത്തെ കാര്യം, സന്ധ്യാസമയത്തെ നിയന്ത്രണങ്ങളാണ്. ഉദാഹരണത്തിന്, പഴയ കാലത്ത് നമ്മുടെ ഉമ്മൂമ്മമാരൊക്കെ പറയാറുണ്ടായിരുന്നു അല്ലെ, സന്ധ്യാസമയത്ത് മുറ്റം അടിക്കരുത്, പുറത്ത് നടക്കരുത് എന്നൊക്കെ. ഇതിന് പിന്നിൽ വലിയൊരു കാര്യമുണ്ട്. മഗ്‌രിബ് സമയത്ത് പിശാചുകൾ പടരുന്ന സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് അനാവശ്യമായി കുട്ടികൾ പുറത്ത് കളിക്കുമ്പോഴോ വാതിലുകൾ തുറന്നിടുമ്പോഴോ ആണ് വീട്ടിൽ അസ്വസ്ഥതകൾ തുടങ്ങുന്നത്. മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ വീട് അടച്ചുറപ്പുള്ളതാക്കി ബിസ്മി ചൊല്ലി വാതിലുകൾ അടച്ച് എല്ലാവരും ദിക്റുകളിൽ മുഴുകിയിരുന്നാൽ ആ വീട്ടിൽ പിന്നെ എങ്ങനെയാണ് വഴക്കുണ്ടാകുക പറ? ഇനി അവസാനമായി, വീട്ടിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. വീടുകളിൽ വെളിച്ചം നിറക്കൽ ഇത് സഹായിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും ഒരു വീഡിയോ ആയി കാണാതെ ഇന്ന് മുതൽ പ്രാവർത്തികമാക്കുക. അല്ലാഹ് നമ്മുടെ വീടുകളിൽ ഐശ്വര്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.